അംബേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ബദ്രി നാരായണ. നമസ്കാരം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി 2 ദിവസം കൂടി മാത്രം. 13-ാം തീയതി രാവിലെ 10:15 പൊങ്കാല ആരംഭിക്കുന്നത്. നിങ്ങളെല്ലാവരും പൊങ്കാലയ്ക്ക് തയ്യാറായി കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല കലങ്ങൾ കൊണ്ട് നിറയും. ക്ഷേത്രമുറ്റത്ത് എല്ലാവർക്കും പൊങ്കാലിടുവാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ നഗരത്തിൻ്റെ പല ഇടവഴികളിലും മെയിൻ റോഡിലും കിഴക്കേക്കോട്ട ആ ഭാഗത്തൊക്കെ കലങ്ങൾ നിരക്കും. ഇനി ഇവിടെ വന്ന് പൊങ്കാലിടാൻ സാധിക്കാത്തവർക്ക് അവരവരുടെ ക്ഷേത്ര പരിസരത്തോ വീട്ടിലോ പൊങ്കാല ഇടാവുന്നതാണ്. വീട്ടിലാണ് പൊങ്കാലിടുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വിപുലമായിട്ട് പൊങ്കാല ഇടാമെന്നുള്ളതാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, സാധാരണ പൊങ്കാലിടുമ്പോൾ നമുക്കൊരു ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. ഒരുക്കങ്ങളെന്ന് പറഞ്ഞിരുന്നാൽ നിറനാഴി, വിളക്ക്, വെറ്റ, പാക്ക്, അങ്ങനെയുള്ള സാമഗ്രികൾ ചേർന്നുള്ള ഒരു പടുക്ക എന്ന് പറയാം. അത് ക്ഷേത്രമുറ്റത്ത് നമുക്ക് സാധിച്ചു എന്ന് വരികയില്ല. എന്നാൽ വീട്ടിൻ്റെ മുന്നിലാണ് പൊങ്കാലിടുന്നുവെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. എങ്ങനെ ചെയ്യാം? നല്ലൊരു തുമ്പലയിൽ ഒരു വിളക്ക് വയ്ക്കുക, നിറനാഴി വയ്ക്കുക, അവിൽ, മലർ, പഴം വയ്ക്കുക. അതിലുപരി ഇലയുടെ തുപ്പിൻ്റെ ഭാഗത്ത് ഒരു ഗണപതിയെ പ്രതിഷ്ഠിക്കുക. അത് മഞ്ഞൾ കൊണ്ടോ ചാണകം കൊണ്ടോ ആകാം. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ശുദ്ധജലം, കുറച്ച് പൂക്കൾ, ഇതെല്ലാം വിതറി ഒരു പടുക്ക ഉണ്ടാക്കുക. അപ്പോൾ അതിന് മുന്നിലായിട്ട് പൊങ്കാല കലവും കൂടി വയ്ക്കുക. നമ്മൾ കിഴക്കോട്ട് നോക്കി വേണം പൊങ്കാല ഇടാൻ. അതുപോലെ കലം അല്പം കിഴക്കോട്ട് ചരിച്ചു വെച്ചാൽ തിളച്ചു തൂകുമ്പോൾ ആദ്യം കിഴക്കോട്ട്, അതായത് സൂര്യനെ സമർപ്പിക്കും എന്നുള്ള ഒരു ഐതിഹ്യമാണ്. അപ്പം അങ്ങനെ കലം കിഴക്കോട്ട് തുളുമ്പി വരുന്ന രീതിയിൽ നമ്മൾ കലം വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇനി പൊങ്കാല നിവേദ്യം എന്ന് പറയുന്നത് 1:15 അതുവരെ നമുക്കവിടെ ആ കലം അവിടെ ഇരിക്കട്ടെ. ചോറ് അല്ലെങ്കിൽ പായസമായി കഴിഞ്ഞിരുന്നാൽ അത് ഉടനെ വീട്ടിൽ കൊണ്ടുവയ്ക്കരുത്. 1:15 തീർത്ഥജലം തളിച്ചതിന് ശേഷം മാത്രമേ വീട്ടിൽ കൊണ്ടുവയ്ക്കാവൂ. വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം തിരിച്ച് എല്ലാവർക്കും പ്രസാദമായി വിതരണം ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഈ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരുണ്ട്. അങ്ങനെ ആവശ്യമില്ല. പൊങ്കാല തുടങ്ങിക്കഴിഞ്ഞിരുന്നാൽ, അല്ലെങ്കിൽ തിളയ്ക്കുവാൻ ഒരു അരമണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിരുന്നാൽ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. അത് മാത്രമേ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ പൊങ്കാല വീടിൻ്റെ മുന്നിലിടാം, അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്തിടാം, അല്ലെങ്കിൽ സെക്രട്ടറി അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ചില റെസിഡൻഷ്യൽ അസോസിയേഷൻ തീരുമാനിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പൊങ്കാലിടാം. ഏത് പൊങ്കാലിട്ടെന്നാലും അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഐശ്വര്യങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൊങ്കാലിടുക. എല്ലാവർക്കും നല്ല രീതിയിൽ നിറഞ്ഞ മനസ്സോടുകൂടി പൊങ്കാലിടുവാൻ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ സഹായിക്കുവാൻ റെസിഡൻഷ്യൽ അസോസിയേഷൻസ് ഉണ്ട്, പോലീസുണ്ട്, മറ്റ് ഭാരവാഹികളെല്ലാവരും തന്നെയുണ്ട്. അവരെല്ലാവരും നിങ്ങളെ സഹായിക്കും. സന്തോഷത്തോടു കൂടി പൊങ്കാലിടുവാൻ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.